പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസും ആൻസറും അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സുമാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തത്, പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത് നൂറനാടാണ്. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. എന്നാൽ പക്ഷിപാതാളം എന്നറിയപ്പെടുന്നത് വയനാട്. മനസ്സിലായോ? അപ്പോൾ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട്, പക്ഷിഗ്രാമം നൂറനാട്, പക്ഷിപാതാളം എന്ന് പറയുന്നത് വയനാടാണ്. ഈ നൂറനാട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ ഭരണിക്കാവ് ബ്ലോക്കിലാണ് നൂറനാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. നൂറനാടിനെ കേരളത്തിൻ്റെ നന്ദികേശ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പക്ഷിഗ്രാമത്തെക്കുറിച്ച് പറയണത്? പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ഈ നൂറനാട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ ഭരണിക്കാവ് ബ്ലോക്കിലെ ആണ് നൂറനാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇനി പക്ഷിപാതാളം വയനാടാണ്. വയനാടിനെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. കേരള സംസ്ഥാനത്തിലെ 12ാം ജില്ലയാണ് വയനാട്. കേരള സംസ്ഥാനത്തിലെ 12ാം ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. 1980 നവംബർ 1 വയനാട് ജില്ല രൂപം കൊണ്ടത്. അപ്പം എന്തൊക്കെയാണ്? കേരള സംസ്ഥാനത്തിലെ 12ാമത്തെ ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. 1980 നവംബർ 1 വയനാട് ജില്ല രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത്. കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. കബനി നദിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ കാര്യം ഓർക്കാം? കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഒരെണ്ണമാണ് കബനി. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന ബാക്കി 2 നദികൾ ഏതൊക്കെയാണ്? KPB എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. KPB, കബനി, പാമ്പാർ, ഭവാനി. KPB കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, പാമ്പാർ, ഭവാനി. അപ്പോൾ അതിലൊരു നദിയാണ് കബനി. ഈ കബനി നദിയാണ് വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. PSC ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് ജില്ല നിലകൊള്ളുന്നത്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് ജില്ല നിലകൊള്ളുന്നത്. അടുത്ത പോയിന്റ്, 2024 ജൂലൈ 28 വയനാട്ടിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് പുലർച്ചെയുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ നിരവധി പേരോളം മരണമടഞ്ഞു. കേരളം കണ്ട വലിയൊരു ദുരന്തമായിരുന്നു ഇത്. അടുത്തത് അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുറേ ഉണ്ട് വയനാട്ടിൽ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എടക്കൽ ഗുഹ, കാന്തൻപാറ വെള്ളച്ചാട്ടം, കാരപ്പുഴ അണക്കെട്ട്, കുറുവ ദ്വീപ്, ചെമ്പ്ര കൊടുമുടി, തിരുനെല്ലി ക്ഷേത്രം, പഴശ്ശിരാജ സ്മാരകം, പക്ഷിപാതാളം, പൂക്കോട്ട് തടാകം, ബാണാസുര സാഗർ അണക്കെട്ട്. ഈ പൂക്കോട്ട് തടാകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് പൂക്കോട്ട് തടാകം. അടുത്തത് മീൻമുട്ടി വെള്ളച്ചാട്ടം, മുത്തങ്ങ വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം. മുത്തങ്ങ വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, ഫാൻറ്റം റോക്ക്. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. അപ്പൊ നമ്മൾ പക്ഷി ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷി സംരക്ഷണ കേന്ദ്രം എന്താണ്? തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. തട്ടേക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കോതമംഗലത്താണ്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ
ഒരു 25 കിലോമീറ്റർ വിസ്തീർണമുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്ന പക്ഷിശാസ്ത്രജ്ഞരിൽ ഒരാളായ സലിം അലിയുടെ പക്ഷി സങ്കേതമാണ്. ഉപദ്വീപിലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്നാണ് ഈ സങ്കേതത്തെ സലിം അലി വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ഉപദ്വീപിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്ന് സലിം അലി വിശേഷിപ്പിച്ചു. തട്ടേക്കാട് എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? പരന്ന കാട് എന്നാണ്. ഈ പ്രദേശം ഇലപൊഴിയും കാടുകളാൽ സമ്പന്നമാണ്. എന്നാൽ പൊതുവെ ഈർപ്പമുള്ള താഴ്ന്ന കാടുകളാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ നദിക്ക് ചുറ്റുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇത്രയുമാണ് തട്ടേക്കാടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന പക്ഷിപ്പനി. പക്ഷികളെ കൂടുതലായി ബാധിക്കുന്ന വൈറസാണ് H5N5. അതാണ് പക്ഷിപ്പനിയുടെ വൈറസിന്റെ പേര്, H5N5. പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് പക്ഷിപ്പനി. പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട്. പക്ഷികളുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് പക്ഷിപ്പനിയാണ്. പക്ഷികളെ കൂടുതലായി ബാധിക്കുന്ന വൈറസ് ഈ പക്ഷിപ്പനിയാണ്. ആ വൈറസിന്റെ പേരാണ് H5N1. അടുത്തത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി, വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ഇവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. സ്കർവിയെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? മോണയിൽ നിന്ന് രക്തം വാർന്നു പോകുന്നതാണ് പ്രധാന രോഗലക്ഷണം. മോണയിൽ നിന്ന് രക്തം വാർന്നു പോകുന്നതാണ് പ്രധാന രോഗലക്ഷണം. വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ജീവകമാണ് ജീവകം സി. അതിൻ്റെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. അപ്പൊ ജീവൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ്? ജീവകം ബിയും സിയും, വിറ്റാമിൻ ബി ആൻഡ് സി വെള്ളത്തിൽ ലയിക്കുന്നത്. പിന്നെയോ ഫാറ്റിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണ്? അഡക്, ADEK, അഡക്. അടക്കി വെച്ചിരിക്കുന്നു എന്നോർത്താൽ മതി, അഡക്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നത് അടക്കി വെച്ചിരിക്കുന്നു, ADEKയും. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും. സിയിലാണ്, സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ഈ സിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. മോണയിൽ നിന്ന് രക്തം ബ്ലീഡ് ചെയ്യുന്നതാണ് അതിൻ്റെ രോഗലക്ഷണം. അടുത്തത് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന ക്ഷയം. പ്രധാനമായും മൈക്രോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയുടെ അണുബാധ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്ഷയം. അപ്പോൾ ക്ഷയത്തിൻ്റെ രോഗകാരി ആരാണ്? മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് കേട്ടോ. ബാക്ടീരിയ രോഗമാണ് ക്ഷയം. അടുത്തത് ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് വസൂരി. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. അപ്പോൾ ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് വസൂരി. വേരിയോള വൈറസ് മൂലമുണ്ടാകുന്ന ഗുരുതരമായ രോഗമാണ് വസൂരി. 1980 മുതൽ വസൂരി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. വാക്സിൻ കണ്ടെത്തിയ ആദ്യത്തെ രോഗമായിരുന്നു വസൂരി. അപ്പോൾ വാക്സിനേഷനൊക്കെ വന്നത് വസൂരി രോഗത്തിനെ തുടർന്നാണ്. അത്രയുമാണ് വസൂരിയെ കുറിച്ച് പറയാനുള്ളത്. വേരിയോള വൈറസ് മൂലമുണ്ടാകുന്ന ഗുരുതരമായ രോഗമാണ് വസൂരി. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നു. പിന്നെ വാക്സിൻ കണ്ടെത്തിയ ആദ്യത്തെ രോഗമാണ് വസൂരി. ഇനി അടുത്തത് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. പ്രധാനമായും ചെള്ളുകളിലൂടെ പടരുന്ന ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് പ്ലേഗ്. അപ്പോൾ ചെള്ളുകളിലൂടെ പടരുന്ന ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് പ്ലേഗ്. പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയയായ യെർസീനിയ പെർസിസ്റ്റ്
ചെറിയ എലികളിൽ വസിക്കുന്നു. അപ്പോൾ പ്ലേഗ് പടരുന്നത് ബാക്ടീരിയ, അതായത് ചെള്ളുകളിലൂടെ ആണ് പ്ലേഗ് പടരുന്നത്. ഇതൊരു ബാക്ടീരിയ അസുഖമാണ്. പ്ലേഗിൻ്റെ രോഗകാരിയുടെ പേര് യെർസീനിയ പെർസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. വൈറസ് രോഗമല്ല, ബാക്ടീരിയ രോഗമാണ് പ്ലേഗ്. 10 ഓറൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. പക്ഷിപാതാളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപാതാളം അല്ലെങ്കിൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. അടുത്തത് 2 ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം. 2 ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? ചൂളന്നൂർ. ചൂളന്നൂർ പക്ഷിസങ്കേതമാണ്. അപ്പോൾ ഏത് ജില്ലകളാണെന്ന് അറിയാമോ? 2 ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് ചൂളന്നൂർ. അത് പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായിട്ടാണ് പരന്നു കിടക്കുന്ന പക്ഷിസങ്കേതമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ട് കുരിശി പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ചൂലന്നൂർ. അപ്പോൾ ചൂലന്നൂർ 2 ജില്ലകളിലായിട്ടാണ് കിടക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും. പിന്നെ ചൂലന്നൂർ പക്ഷിസങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ആകെ ഉള്ള ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂഡൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന KK നീലകണ്ഠന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മയിൽ സങ്കേതം, ചൂലന്നൂർ മയിൽ സങ്കേതം 2008 സമർപ്പിച്ചത്. അപ്പം 2008 മയിൽ സങ്കേതം സമർപ്പിച്ചത്. അത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂഡൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KK നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പക്ഷിസങ്കേതം കേരളത്തിന് സമർപ്പിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ചൂളന്നൂർ പക്ഷിസങ്കേതത്തിനെ കുറിച്ച് പറയാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? കുമരകം പക്ഷിസങ്കേതം. അടുത്തത്, ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം. അടുത്തത്, തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. അത് PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാർ. പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ്? അതും തട്ടേക്കാടാണ്. അടുത്തത്, പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. പക്ഷി നിരീക്ഷകരുടെ പറുദീസ അതും ഏതാണ്? തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? കോതമംഗലം. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം അതേതാണ്? മംഗളവനം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്, അത് ഓർത്ത് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കഴിഞ്ഞു. ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത കൺഫ്യൂസിങ് സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.